ഓം നമഃശിവായ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന മന്ത്രം നിജാജ്ഞാരൂപനിഗമ എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന മന്ത്രം പുണ്യ അപുണ്യ ഫലപ്രദ എന്നുള്ളതാണ്. നിഗമങ്ങളാണ് ദേവിയുടെ നിജമായിട്ടുള്ള ആജ്ഞ. നിഗമങ്ങളാണ് ദേവിയുടെ കൽപ്പന. നമ്മളോട് അനുഷ്ഠിക്കാൻ പറയുന്നത് നിഗമങ്ങളിൽ എന്താണോ പറയുന്നത് അതിനെയാണ് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യ രൂപത്തിലർത്ഥം. ആജ്ഞകൾ നിജരൂപമായിട്ടുള്ളവൾ, നിഗമം എന്നുള്ള ആജ്ഞകളെ നിജരൂപമായിട്ടുള്ളവൾ എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. നിഗമങ്ങളാണ് ദേവിയുടെ കൽപ്പന എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ട് വാക്കുകൾ എപ്പോഴും നമ്മൾ കേൾക്കാം. ആഗമം എന്നും നിഗമം എന്നും കേൾക്കാം. നിഗമം എന്നുള്ളതിനെ വേദം എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. വേദത്തിൽ പറയുന്ന ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം എന്നീ മൂന്നിനെയും നിഗമം എന്നാണ് പറയുന്നത്. ഉപനിഷത്ത് മുതലായ 108 അതിലധികം ഉപനിഷത്തുണ്ട്. അവയെല്ലാം പരമാത്മാവിൻ്റെ സ്വരൂപത്തെ മാത്രം വർണ്ണിക്കുന്നതാണ്, അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ജ്ഞാനഭാഗങ്ങൾ. ബാക്കി തന്ത്രങ്ങളും അത് എങ്ങനെയാണ് കർമ്മമനുഷ്ഠിക്കേണ്ടതും എന്നൊക്കെ ഉള്ളത് കർമ്മകാണ്ഡത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നിഗമം എന്ന് പറയുന്നത്. നിഗമങ്ങളാണ് ദേവിയുടെ കൽപ്പന. ഈ വേദാർത്ഥത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ദേവിയുടെ ആഗ്രഹം. ദേവി അതാണ് നമ്മളെ കൽപ്പിക്കുന്നത്. ആഗമം എന്ന് പറയുന്നത് പല അർത്ഥങ്ങളിൽ ഇതിനെ പറയാറുണ്ട്. തന്ത്രശാസ്ത്രങ്ങൾ, പലതരം ക്രിയകളെ പറ്റി വർണ്ണിക്കുന്ന പുസ്തകങ്ങളാണ്. ആ ക്രിയകളെ ശരിയാംവണ്ണം നമ്മൾ ചെയ്തു വന്നാൽ നമുക്ക് മുക്തി ഉണ്ടാകും, നമുക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. ആഗമങ്ങൾ മൂന്നായിട്ട് പറയും. ശൈവ ആഗമങ്ങളും വൈഷ്ണവ ആഗമങ്ങളും, വൈഖാനസം മുതലായതൊക്കെ വൈഷ്ണവ ആഗമങ്ങളാണ്. ശാക്ത ആഗമങ്ങളുമാണ്. ശമ്പരം, ജാലശമ്പരം, ഇങ്ങനെയൊക്കെ 64 തന്ത്രങ്ങൾ ഉണ്ടാക്കി എന്നും ശിവൻ ഈ ആഗമങ്ങളൊക്കെ ഉണ്ടാക്കി എന്നും അതുകൊണ്ടൊക്കെ പലതരം സിദ്ധികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ആ സിദ്ധിവിശേഷം കൊണ്ട് മാത്രം ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല എന്നും അതിനുവേണ്ടി സ്വതന്ത്രതന്ത്രം, ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ എന്നുള്ള തന്ത്രമുണ്ടാക്കി എന്നും ആ സ്വതന്ത്രതന്ത്രം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവൻ ഈ കർമ്മങ്ങളെ അല്ലെങ്കിൽ ഈ ക്രിയകളെ ശരിയായ വണ്ണം പ്രയോഗിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടി. അതുകൊണ്ട് ഇതിനെ സാധാരണ വിദ്യ എന്ന് പറഞ്ഞുകൂടാ, ശ്രീവിദ്യ എന്ന് പറയണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആഗമങ്ങൾ എന്ന് വെച്ചാൽ ശൈവ ആഗമങ്ങൾ, വൈഷ്ണവ ആഗമങ്ങൾ, ശാക്ത ആഗമങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആഗമ നിഗമാദികളെ കൊണ്ട് ആണ് ദേവി നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. വേറൊരു രീതിയിൽ ഇതിനെ പറയാം. ശിവൻ ദേവിക്ക് ഉപദേശിച്ചതൊക്കെ ആഗമങ്ങളാണ്. ദേവി ശിവന് ഉപദേശിച്ചത് നിഗമങ്ങളാണ്. ജ്ഞാനഭാഗങ്ങളൊക്കെ ദേവി ശിവന് ഉപദേശിച്ചതായിട്ടും തന്ത്രഭാഗങ്ങളൊക്കെ ശിവൻ ദേവിക്ക് ഉപദേശിച്ചതായിട്ടും പറയും. നിഗമം, ആഗമം എന്നുള്ള വാക്കുകളെ മാറി മാറി ഉപയോഗിക്കുന്നവരുണ്ട്. രണ്ടർത്ഥത്തിൽ ജ്ഞാനഭാഗത്തെയും തന്ത്രഭാഗത്തെയും രണ്ടു പേരിലും വിളിക്കുന്നവരുമുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ആഗമങ്ങളൊക്കെ ശൈവാഗമങ്ങളായിട്ടും വൈഷ്ണവാഗമങ്ങളായിട്ടും ശാക്താഗമങ്ങളായിട്ടും ഇതിൻ്റെ ക്രിയാഭാഗത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ജ്ഞാനഭാഗമായിട്ടുള്ള ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ടുള്ള ബ്രഹ്മവിദ്യ പ്രതിപാദ്യമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ നിഗമങ്ങൾ എന്ന് കണക്കാക്കണം. ഈ നിഗമങ്ങളാണ് ദേവി നമ്മളെ അനുഷ്ഠിക്കാൻ കൽപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം ജ്ഞാനപ്രാപ്തിയാണ്. ഞാനും ഈശ്വരനും ഒന്ന്, ജ്ഞാനാദേവത്തു കൈവല്യം എന്നൊക്കെ ഉപനിഷത്ത് നമ്മളെ പറഞ്ഞു തരുന്നു. ഈ പരമോന്നതമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജ്ഞാനത്തെ പ്രാപിക്കലാണ്. അതാണ് ദേവിയുടെ കൽപ്പന.
അതിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വിഷയങ്ങളാണ് ലോകത്തിലുള്ളത്. ഒന്ന് പ്രമാണമായിട്ടുള്ളത്. 3 വിഷയങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് വേദത്തിൽ പറയുന്ന വൈദിക ധർമ്മം, പിന്നെ ആഗമങ്ങൾ, പുരാണാദികളൊക്കെ. ഇതൊക്കെ വേദധർമ്മത്തിന് വിരുദ്ധമൊന്നുമല്ല. വേദത്തിൻ്റെ ധർമ്മം പ്രാപിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നവയാണ് ഇവ. അതിനെ നമ്മൾ മാതൃകയായിട്ട് വെച്ചുകൊണ്ട് വേണം അതനുസരിച്ച് വേണം നമ്മുടെ ജീവിത അനുഷ്ഠാനങ്ങൾ വേണ്ടത്. അതുപോലെ ലോക ആചാരങ്ങൾ ഈ വേദത്തിൻ്റെയും പുരാണങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിട്ടുള്ളത്. ശ്രേഷ്ഠാചരണം എന്നുള്ള രീതിയിൽ നമ്മുടെ പൂർവികന്മാർ എന്ത് അനുഷ്ഠിച്ചു അതിനെ നോക്കി നമ്മൾ ജീവിച്ചാലും നമ്മൾ വേദധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തം ആവില്ല നമ്മുടെ ജീവിതചര്യ. ഒരു അമേരിക്കയിലെ ജോൺ കെന്നഡി ജോഗിങ് നടത്തി. ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ജോഗിങ് തുടങ്ങി. ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക രീതിയിലുള്ള സാരി ഉടുത്തു, പ്രത്യേക രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതിനെ എത്രയോ പേര് അനുകരിച്ചു. നമ്മുടെ ശ്രേഷ്ഠന്മാർ എന്തു ചെയ്യുന്നു അതിനെ താനേ നമ്മൾ അനുകരിക്കുന്നു. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഃ സ യത് പ്രമാണം കുരുത്തെ ലോകസ്ഥത് അനുവർത്തത്തെ. നമ്മൾ ആരെയാണോ നമ്മുടെ ഗുരുവായിട്ടും ആചാര്യനായിട്ടും നമ്മുടെ ഉപദേഷ്ടാവായിട്ടും വെച്ചിട്ടുള്ളത് അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളും താനെ അനുഷ്ഠിക്കുന്നു. അമ്മ രുദ്രാക്ഷമാല ധരിക്കുന്നു, നമ്മൾ അതുപോലെ ചെയ്യുന്നു. അമ്മ സ്റ്റേജിൽ വന്ന ഉടനെ എല്ലാവരെയും നമസ്കരിക്കുന്നു. അതിനെ നമ്മളും അനുകരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഇതുപോലെ ശ്രേഷ്ഠന്മാർ എന്തു ചെയ്യുന്നു അതിനെ നമ്മളറിയാതെ നമ്മൾ അനുഷ്ഠിക്കും. ഒരച്ഛൻ പുകവലിക്കാരനാണ്, ഇങ്ങനെ പുകവലിക്കുന്നു. അതിനെ അയാളുടെ ചെറിയ കുഞ്ഞു കാണുന്നു. അദ്ദേഹം മകനോട് പറയുന്നു, മോനെ പുകവലിക്കരുത്, പുകവലിച്ചാൽ വളരെ ദോഷമാണ്, ലങ്സിനൊക്കെ കേടാണ് എന്നൊക്കെ പറയുന്നു. എന്നുണ്ടെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് പോയതിന് ശേഷം ഉടനെ മകൻ ആ കസേരയിൽ കയറി അതേപോലെ ഇരിക്കും, കാലും മടക്കി വെച്ച്. അച്ഛൻ സിഗരറ്റാണ് ഉപയോഗിച്ചെങ്കിൽ മകൻ ഒരു പേപ്പർ കഷ്ണം എടുത്ത് ചുരുട്ടി വായിൽ വയ്ക്കും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അച്ഛനും മകനും ഒരുമിച്ചിരുന്ന് പുകവലിക്കുന്നത് കാണാം. നമ്മൾ പറയുന്നതല്ല മറ്റുള്ളവർ അനുഷ്ഠിക്കുന്നത്, നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് മറ്റുള്ളവർ അനുകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുഷ്ഠേയമായിട്ടുള്ളത് വേദങ്ങളും പുരാണ ഇതിഹാസാദി ശാസ്ത്രങ്ങളും തന്ത്രശാസ്ത്രങ്ങളും അതുപോലെ നമ്മുടെ പൂർവികന്മാർ അനുഷ്ഠിച്ച യാതൊരു ധർമ്മമാണോ ഉള്ളത് ആ ധർമ്മവുമാണ്. നമ്മുടെ മുമ്പത്തെ തലമുറയ്ക്കും നമുക്കും ഉള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. അവർ നമ്മളെക്കാൾ ശാന്തരായിരുന്നു, അവർ നമ്മളെക്കാൾ തേജസ്വികളായിരുന്നു, അവർ നമ്മളെക്കാൾ ഐക്യം കുടുംബങ്ങളിലുണ്ടായിരുന്നു, നമ്മളെക്കാൾ സന്തോഷം അവർക്കുണ്ടായിരുന്നു. ഇന്നുള്ള ഒരു സൗകര്യവും തന്നെ അവർക്ക് അന്ന് ഇല്ലായിരുന്നു. നല്ല റോഡുകൾ, ടെലിഫോണ്, പണം, നല്ല വീട്, കറണ്ട്, ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളെക്കാൾ അവർ സന്തുഷ്ടരായിരുന്നു. ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ, അത് ആ ധർമാനുഷ്ഠാനമാണ്. അവർക്ക് ധർമ്മമുണ്ടായിരുന്നു, നമുക്ക് ധർമ്മച്യുതി സംഭവിച്ചിരിക്കുന്നു. ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കലാണ് നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്ന സന്തോഷത്തെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ വഴി. ആ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം. അതിന് അമ്മ പകർത്താൻ ശക്തി നൽകട്ടെ.